എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിഖിൽ ഗോപാലകൃഷ്ണൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. പണം വളരുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിൽ FD ഇട്ടാലോ പോസ്റ്റ് ഓഫീസിലോ ഇട്ടാലോ ഒരു നിശ്ചിത വരുമാനമാണ് നമുക്കതിൽ നിന്ന് ഒരു പണം വളരുന്നത്. പക്ഷേ ഷെയർ മാർക്കറ്റിൽ ഇടുമ്പോൾ കുറച്ചും കൂടെ പണം വളരും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആളുകൾക്ക് ഷെയർ മാർക്കറ്റിലേക്ക് വരാൻ പേടിയുള്ളത് പോലെ തോന്നാറുണ്ട്. അപ്പം പണം ഷെയർ മാർക്കറ്റിലിട്ട എത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് വളരാൻ വേണ്ടി? അതെ, നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കേസാണ്. അപ്പോൾ പലപ്പോഴും രണ്ട് തന്നെ നമുക്ക് FD ഇടാം, പോസ്റ്റ് ഓഫീസിൽ ഇടാം. ഇത് ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റ് എന്താണെന്നും മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF എന്താണെന്നൊക്കെ ധാരാളം അറിയാം. ഒത്തിരി ഇപ്പോഴത്തെ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മളെ പോലെ ഒത്തിരി പേര് ഇങ്ങനെ സംസാരിക്കണതിൻ്റെ പേരിലൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും മാർക്കറ്റിൽ ഇടുമ്പോൾ വരാനായിട്ട് ഒരു ഉയർച്ച ഉണ്ടാവുന്ന ഒരു തോന്നലുണ്ട്. പക്ഷേ ഇതിലെന്താണ് ബേസിക്സ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ FD ഇടുന്നു അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലിടുന്നു. ആ സമയത്ത് നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ബാങ്കിനോ പോസ്റ്റ് ഓഫീസിനോ പൈസ കടം കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയണം നിങ്ങൾ 6% ഇതിന് ഞങ്ങൾ പലിശ തരും എന്നുള്ളത്. അപ്പോൾ അവർ ആ പൈസ തീർച്ചയായിട്ടും തരും. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് കടം കൊടുക്കുകയാണെങ്കിലും നമ്മൾ പറയുന്നത് തിരിച്ചു തരുമ്പോൾ എനിക്ക് 10 രൂപ കൂട്ടിത്തരണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്തത് 110 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതൊരു എഗ്രിമെൻ്റാണ്. അത് ഡിസോണർ ചെയ്താൽ മാത്രമേ കിട്ടാണ്ടിരിക്കുള്ളൂ. ആ കൊടുത്ത ആൾ പറഞ്ഞു എനിക്ക് തരാൻ സൗകര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് തരാൻ നിവൃത്തിയില്ല, അങ്ങനെയാണെങ്കിലും ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു സെറ്റപ്പ് ഉണ്ട്, തിരിച്ചു തരാനുള്ള കഴിവ് അവർക്കുണ്ട്. കാരണം അവർ ആ പൈസ എടുത്തിട്ട് അവർ തിരിച്ചാരെങ്കിലും ലോൺ കൊടുക്കേ, നമ്മൾ 4% തരുമ്പോൾ അവർ ചിലപ്പോൾ 9% ഉണ്ടാക്കണ്ടാവും, ബാക്കി 3% അവർ ലാഭമാണ്. അപ്പോൾ റൺ ചെയ്യാനുള്ള കോസ്റ്റൊക്കെ ചിലപ്പോൾ 1% ആയിരിക്കും, ബാക്കി 2% അവർ ലാഭമാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു വിഷയം. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. അതും അവിടെ കമ്പനികളുണ്ട്. ആ കമ്പനികളിലെ ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു നുള്ളു ഓണർഷിപ്പ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ് ലാഭമാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അല്ലേ? ചിലപ്പോൾ ഇന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ ലാഭം ഉണ്ടാവും? ഇല്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവൻ നമ്മൾ ചിലപ്പോൾ കുറേ നാൾ ഇപ്പോൾ ക്രിസ്റ്റ്യൻ നിഖിൽ എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു തുടക്കത്തിൽ ചിലപ്പോൾ 50,000 രൂപ വെച്ചായിരിക്കും നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അതിനൊന്ന് നേരെ കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരു 2-3 വർഷം എടുക്കും. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കഫേ ആയിരിക്കും. അതിൽ നമ്മൾ പുതിയ ആൾക്കാരായിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾക്കും പാർട്ട്ണർ ആവാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50,000 രൂപയ്ക്ക് അനുവദിക്കുമോ? എന്താ അനുവദിക്കാത്തത്? നമുക്ക് ലാഭവും വേണം. അതിനേക്കാൾ നമ്മൾ കുറെ പണിയെടുത്തിട്ട് അതിന് ഗുഡ് വിൽ ഉണ്ടായി, ഇനി ആ ബിസിനസ് പൊട്ടിപ്പോകില്ല എന്നൊരു ഉറപ്പായി. അതിൽ നിന്ന് ഒരു ലാഭം റെഗുലറായിട്ട് മാസം അല്ലെങ്കിൽ കൊല്ലത്തിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളും കൂടുതൽ ആഗ്രഹിക്കും, അതേമാതിരി വരുന്ന ആളും ഞാൻ കൂടുതൽ തരാൻ റെഡിയാണെന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത്. ഇതാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന ഒരു വിഷയം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പോലെ തന്നെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനി, ഇപ്പോൾ ഉദാഹരണമായിട്ടുണ്ടെങ്കിൽ SBI, അത് അന്ന് SBI തുടങ്ങുന്ന സമയത്ത് ആൾക്കാരോട് പൈസ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും 10 രൂപ പോലും ഇടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് SBIയിൽ ഷെയർ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്, 1000 രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഷെയർ വാങ്ങാനായിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഇന്ന് ആ സ്ഥാപനത്തിനോടുള്ള ട്രസ്റ്റിൻ്റെ പേരിൽ, അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ട്രാക്ക് റെക്കോർഡുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ 1000 രൂപ വെച്ചിട്ട് ഇട്ടുന്നതായിരിക്കും. ഇനി നാളെ ഇവിടെ ഇപ്പോൾ വാറും സിറ്റുവേഷനൊക്കെ നടക്കണം. അപ്പോൾ ഈ 1000 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഈ വാറൊക്കെ ഉള്ളതിൻ്റെ പേരിൽ, ഇനിയും അൺസർട്ടിനിറ്റി ഉള്ളതിൻ്റെ പേരിൽ 1000 എന്നുള്ളത് ചിലപ്പോൾ 900 രൂപ 100 രൂപ കുറയും. എന്നാലും ചില ആൾക്കാർ ആയിരിക്കുന്നത് അപ്പം തന്നെ നഷ്ടം എന്ന് പറഞ്ഞ് വിൽക്കും. അല്ലെങ്കിൽ ചില ആൾക്കാരായിരിക്കും കുറഞ്ഞല്ല ഇനിയും എനിക്ക് വാങ്ങാന്ന് വിചാരിച്ച് രണ്ടാമത് ചിലപ്പോൾ ആൾക്കാർക്ക് നിവൃത്തി ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് അതിനുള്ള കഴിവുണ്ടാവും, അവർ രണ്ടാമത് വാങ്ങും. അപ്പോൾ അവരുടെ എന്താ ആവറേജ് പ്രൈസ് 1000 ഫസ്റ്റ് വാങ്ങി, രണ്ടാമത്തേന് 900 വാങ്ങി, അപ്പോൾ 950 ആയി. അപ്പോൾ ആവറേജ് പ്രൈസ് അതാണ്. ഇനി അത് ഈ പ്രശ്നമൊക്കെ മാറി ബാങ്ക് നന്നായിട്ട് ചെയ്യുന്നു, ഇത് 1000 രണ്ടാമത് വന്നാൽ തന്നെ ഇയാൾക്ക് ലാഭത്തിലെത്തി. ഇനി അതല്ല, ഇയാൾ ഇനി ഞാൻ SBI എൻ്റെ ജന്മം മൊത്തം ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്ന് പറയുന്നത് 10 വർഷത്തേക്കാണ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 1000 എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്ഥാപനവും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 2000 ആവും, അപ്പോൾ ഡബിൾ ആവും. പക്ഷേ ഇതിനിടയിൽ യുദ്ധങ്ങളും ഇതിനിടയിൽ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റും ബാങ്കിനെ പറ്റിയിട്ടുള്ള ചിലപ്പോൾ ന്യൂസുകളും ഇതെല്ലാം വരും.
അപ്പോൾ ചിലപ്പോൾ ഈ 1000 എന്നുള്ളത് ചിലപ്പോൾ 900, 800, 700 ആവും. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് ചിലപ്പോൾ സംഭവിക്കാം. ഇനി ആ ബാങ്ക് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുക. ഞാനിതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മുഴുവൻ പൈസ പോകാൻ. കാരണം ഇത് നമ്മുടെ ബിസിനസ്സിലാണ് എടുത്തത്. നമ്മൾ രണ്ടുപേരും ഒരു ബിസിനസ് തുടങ്ങി പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും തല്ലുപിടിച്ച് ആ ബിസിനസ്സേ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതിലിട്ടേക്കുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം പൈസ പോയില്ലേ? അപ്പോൾ ഈ റിസ്ക് അവിടെ ഉണ്ട്. പക്ഷേ ഈ റിസ്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ സ്ഥാപനം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് എല്ലാ ക്വാർട്ടറിലും അതിൻ്റെ റിപ്പോർട്ടുകളും സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യാനുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും എക്സ്പേർട്സിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമുക്ക് PMS പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 500 വെച്ചിട്ടായാലും നമുക്ക് ഒരു നുള്ള് ഷെയറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ വേണ്ട കാര്യം വെച്ചാൽ ഇത് ഇങ്ങനെയാണ് നടക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇത് നമുക്ക് കടം കൊടുക്കുകയല്ല ചെയ്യണം, നമ്മൾ ഓണർഷിപ്പാണ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭവും നഷ്ടവും നമുക്ക് ഈക്വലി ഷെയർ ചെയ്യാൻ പറ്റണം. ഇനി അതല്ല, നമുക്കപ്പോൾ ഇനി നമ്മുടെ ആരുടെയും കുറ്റമല്ലാണ്ട്, സ്ഥാപനത്തിൻ്റെ കുറ്റമല്ലാണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ പിന്നെയും അത് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടണമെങ്കിൽ തിരിച്ചു വരുന്നവരെ കാത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും മാനസികമായിട്ടുള്ള ഒരു ശക്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് ഈസ് എ ഗുഡ് പ്ലേസ്. അറ്റ്ലീസ്റ്റ് FD ഇടുമ്പോൾ നമ്മൾ 1 വർഷം 3 മാസത്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇടാം. അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷമൊക്കെ അല്ലെങ്കിൽ 7 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇതിൻ്റെ പീരിയോഡിക്കലി ആയിട്ടുള്ള താഴ്ചയും മുകളിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകൾക്ക് ഷെയർ മാർക്കറ്റ് ഈസ് എ ഗുഡ് പ്ലേസ്. അപ്പം FD ഇട്ടിരിക്കുന്ന പൈസ പൊട്ടിച്ചിട്ട് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഒരു നല്ല നീക്കമാണോ? ഇത് നമുക്ക് അങ്ങനെ ഒരു പ്ലെയിൻ ആൻസർ ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ FD ഇട്ടിരിക്കുന്ന പൈസ നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസത്തിന് അടുത്ത വർഷം കൊടുക്കാനുള്ള പൈസയാണ്, അല്ലെങ്കിൽ കല്യാണത്തിന് അടുത്ത വർഷം കൊടുക്കാനുള്ള പൈസയാണ്. അതിൻ്റെ അടുത്ത് 1 കോടി രൂപയുണ്ട്. അത് ഷെയർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബാഡ് ഡിസിഷൻ. പക്ഷേ നമ്മുടെ മകൾക്ക് 7 വയസ്സായിട്ടുള്ളൂ, 10 വർഷം കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസത്തിന് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൽ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോക്കിയും കണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് സ്വന്തമായിട്ട് അറിയാമെന്നെങ്കിൽ സ്വന്തമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ.